വിഴിഞ്ഞം ഇന്ന് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു കടലോര ഗ്രാമമാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 17 കിലോമീറ്റർ മാത്രം ദൂരത്താണ് വിഴിഞ്ഞമുള്ളത്. വിഴിഞ്ഞത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശസ്തിയും പ്രസക്തിയും എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്ന് വിഴിഞ്ഞത്ത് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വിഴിഞ്ഞത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു പ്രദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്തിൻ്റെ ചരിത്രം കൂടെ നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലം ആയി രാജവംശത്തിൻ്റെ തലസ്ഥാനവും അവരുടെ സൈനിക കേന്ദ്രവും തുറമുഖ നഗരവുമൊക്കെ ആയിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അന്നത്തെ കാലത്ത് ആയി രാജവംശത്തിന് ധാരാളം വരുമാനം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു തുറമുഖമായിരുന്നു വിഴിഞ്ഞം എന്നും പറയപ്പെടുന്നുണ്ട്. 8-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ആയി രാജവംശത്തിൻ്റെ പേരിനും പ്രശസ്തിക്കും ഒക്കെ കാരണമായിരുന്ന പ്രദേശം കൂടിയായിരുന്നു വിഴിഞ്ഞം. ആയി രാജാക്കന്മാരെ തോൽപ്പിച്ച് രാജരാജ ചോളൻ വിഴിഞ്ഞത്തെ സ്വന്തമാക്കുകയും വിഴിഞ്ഞത്തിനെ രാജേന്ദ്ര ചോള പട്ടണം എന്ന് പുനർനാമകരണം ചെയ്യുകയും ഉണ്ടായി എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഈ ചോള രാജവംശത്തെ തോൽപ്പിച്ച പാണ്ഡ്യ രാജവംശം പിന്നെ വിഴിഞ്ഞം സ്വന്തമാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഡച്ചുകാര് ആദ്യമായിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരം മേഖലയിൽ പണ്ടികശാല സ്ഥാപിക്കുന്നത് വിഴിഞ്ഞത്തായിരുന്നു എന്നും പറയുന്നുണ്ട്. 1622 ആദ്യത്തെ കത്തോലിക്ക പള്ളി സ്ഥാപിതമായതും വിഴിഞ്ഞത്താണ് എന്ന് പറയുന്നുണ്ട്. പാണ്ഡ്യന്മാരും ചോളന്മാരും തമ്മിൽ ധാരാളം യുദ്ധങ്ങൾ തുറമുഖത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ള സ്ഥലമാണ് വിഴിഞ്ഞമെന്നും ചരിത്രത്തിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് വിഴിഞ്ഞം പദ്ധതി എന്നും ആരൊക്കെയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ നിൽക്കുന്നത് എന്നും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയെ കടൽ തൊടുവിക്കുന്ന ചരിത്ര തീരമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്ത് ഒരു ആധുനിക പോർട്ട് വരികയാണെങ്കിൽ അതിലൂടെ കേരളവും ഇന്ത്യയും നേടിയെടുക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ വരുമാനമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആധുനികമായ മുന്ദ്ര പോർട്ട് നിർമ്മിച്ച അദാനിയും ഗ്രൂപ്പുമാണ് വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന ലേലത്തിൽ വളരെ വാശിയേറിയ മത്സരത്തിലൂടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ കരാർ അദാനി സ്വന്തമാക്കിയത്. 2015 അന്ന് കേരളം ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയാണ് അന്ന് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടത്. അദ്ദേഹം തറക്കല്ലിട്ടുകൊണ്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരെ ധാരാളം ഘട്ടങ്ങൾ പിന്നിട്ട് ഈ പദ്ധതി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 2019 ഈ പദ്ധതി പൂർത്തിയാക്കി തുറമുഖം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ കരാറിലെ വ്യവസ്ഥയും ലക്ഷ്യവും. എന്നാൽ പല ഘട്ടങ്ങളിലായിട്ട് നിർമ്മാണം മുടങ്ങുകയും വീണ്ടും നിർമ്മാണം നടക്കുകയൊക്കെ ചെയ്തിട്ട് ഈ പദ്ധതിയുടെ കാല അളവ് വളരെ കൂടുതൽ നീണ്ടു പോയി ഇന്ന് നിരന്തര സമരങ്ങളും കലാപങ്ങളും നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിഴിഞ്ഞം പദ്ധതി മാറിയിട്ടുണ്ട്. 7000 കോടിയിൽ പരം രൂപയാണ് ഈ തുറമുഖ നിർമ്മാണത്തിൻ്റെ മൊത്തം ചെലവ് എന്നാണ് പറയപ്പെടുന്നത്. 2019 പണി പൂർത്തിയാകേണ്ട തുറമുഖ നിർമ്മാണം ഇപ്പോഴും നീണ്ടുപോവുകയാണ്. കൃത്യമായി ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ എത്രായിരം കോടി രൂപയാകുമെന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത്രയും 1000 കോടി രൂപ മുതൽ മുടക്കി നിർമ്മാണം ഇത്രയും എത്തിയ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യയുമായിട്ട് അടുത്ത് കിടക്കുന്ന കൊളംബോയിലെ തുറമുഖത്തിന് ഓരോ വർഷവും ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ കപ്പലിൽ ഈ കണ്ടെയ്നർ കൊണ്ടുവരുന്ന വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ വ്യവസായികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിംഗപ്പൂരും ദുബായും ഒക്കെ ഉള്ള വലിയ വലിയ പോർട്ടുകൾ ഓരോ വർഷവും ആയിരക്കണക്കിന് കോടി ഡോളറാണ് ഈ വ്യവസായത്തിലൂടെ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്ന ഈ തുറമുഖത്തിൽ ഏറ്റവും വലിയ വളരെ വലിപ്പം കൂടിയ 30 ബർത്തുകൾ ഉൾപ്പെടുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ആധുനികമായിട്ടുള്ള വളരെ വലിപ്പമുള്ള ഒരു തുറമുഖമാണ് നിർമ്മിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഈ ഒരു തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കൊളംബോയിലേക്കും സിംഗപ്പൂരിലേക്കും ദുബായിലേക്കും ഒക്കെയായി പങ്കിട്ട് പൊക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ ആയിരക്കണക്കിന് കോടി ഡോളർ വരുമാനത്തിന്റെ ഒരു വലിയ വിഹിതം കേരളത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് വസ്തുത. ഇത്രയും വലിയ തുകയ്ക്കുള്ള ഒരു വലിയ സംരംഭം വിഴിഞ്ഞത്ത് ഓപ്പറേറ്റ് ചെയ്ത് നടപ്പിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നാടിനും കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും സാമ്പത്തികമായിട്ട് വളരെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വസ്തുത. നമ്മളൊക്കെ സിനിമയിലോ വാർത്തകളിലോ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോകളിലോ ഒക്കെയാണ് വളരെ വലിപ്പം കൂടിയ കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ കണ്ടിട്ടുള്ളത്. അത്തരം വലിപ്പമുള്ള മെഗാമാക്സ് വിഭാഗത്തിൽപ്പെടുന്ന കണ്ടെയ്നർ ഷിപ്പുകൾ വിഴിഞ്ഞം തുറമുഖത്ത് നിരന്നു കിടക്കുന്ന കാഴ്ചയാണ് സമീപ ഭാവിയിൽ തന്നെ വരാൻ പോകുന്നത്. വെരി ലാർജ് കണ്ടെയ്നർ ഷിപ്സും അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്സും ഒക്കെ ഉൾപ്പെടുന്ന ഗിഗാമാക്സ് വിഭാഗത്തിൽപ്പെടുന്ന വമ്പൻ കപ്പലുകൾ, ഈ ചരക്ക് കപ്പലുകൾ വന്നടുക്കുന്ന ഒരു തുറമുഖ നഗരമായിട്ട് വിഴിഞ്ഞം മാറും എന്നുള്ളത് ശരിക്കുമുള്ള വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള മഹാ വലിപ്പം കൂടിയ വളരെ വലിയ കപ്പലുകൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലവും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളുമൊക്കെ എത്രത്തോളം വികസിക്കുമെന്ന് നമുക്കറിയണമെങ്കിൽ സിംഗപ്പൂരിലേക്കോ ദുബായിലേക്കോ ഒക്കെ നോക്കിയാൽ മതിയാകും. വിഴിഞ്ഞം പദ്ധതി കൊണ്ട് ഉണ്ടാകാവുന്ന നേട്ടങ്ങളും അത് കേരളത്തിനും ഇന്ത്യക്കും നേടിത്തരാൻ പോകുന്ന സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുമൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ തന്നെ ഈ സമരത്തിന്റെ കൂടെ നിൽക്കുന്നവരെയും സമരത്തെ എതിർക്കുന്നവരെയും സർക്കാരുകളെ കുറിച്ചും കോടതികളെ കുറിച്ചും ഒക്കെ നമ്മൾ വിലയിരുത്തി പോകേണ്ടതും അത്യാവശ്യമാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. കൂടംകുളത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങിയ പദ്ധതിക്കെതിരെ വമ്പൻ പ്രതിഷേധവുമായി രംഗത്ത് വരികയും വളരെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള പാരമ്പര്യമുള്ളവരാണ് ഈ ലത്തീൻ കത്തോലിക്ക സഭയും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമൊക്കെ. അതുമാത്രമല്ല, സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റ് എന്നൊരു സ്ഥാപനം, വേദാന്തയുടെ കീഴിലുള്ള സ്ഥാപനം തമിഴ്നാട്ടില് സമരം കാരണം അടച്ചു പൂട്ടിയിട്ടുണ്ട്. കോപ്പർ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അവിടെ വളരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ നടക്കുകയും ആ പ്ലാന്റ് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നതോ എന്നുള്ള വലിയ പ്രചരണം ഉണ്ടാവുകയും ഒടുവിൽ വളരെ ശക്തമായ സമരവും വളരെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ആ പ്ലാന്റ് അടച്ചു പൂട്ടുകയും ഒക്കെ ഉണ്ടായി. ഈ പ്ലാന്റ് പൂട്ടിയതിനു ശേഷം അവിടെ പല മാധ്യമങ്ങളും പല ഏജൻസികളും ഒക്കെ പല തരത്തിലുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ഈ കോപ്പർ പ്ലാന്റ് ക്യാൻസറിന് കാരണമായി തീരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ എന്ന് പറയുന്നത്. അതിലുപരി സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റ് പൂട്ടിപ്പോയപ്പോൾ ആകപ്പാടെ നേട്ടമുണ്ടായത് ചൈനയ്ക്കാണ്. ഈ പ്ലാന്റ് പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഇന്ത്യ ചൈനയിലേക്ക് കോപ്പർ കയറ്റുമതി ചെയ്യുകയായിരുന്നു എങ്കിൽ ഈ പ്ലാന്റ് പൂട്ടിപ്പോയതോടുകൂടി ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കോപ്പർ ഇറക്കുമതി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം ചെന്നെത്തിയിരിക്കുന്നത്. നമുക്കറിയാം കടലിൻ്റെ മക്കൾ ആരാണെന്നും അവർ നമുക്ക് എന്താണെന്നുമൊക്കെ കേരളത്തിലെ ഓരോ മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ കടലിൻ്റെ മക്കളെ വിളിച്ചത് കേരളത്തിൻ്റെ സ്വന്തം സൈന്യമെന്നാണ്. 2018 പ്രളയകാലത്ത് കേരളത്തെ മുങ്ങിപ്പോയ കേരളത്തെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് കരയിലേക്ക് ഉയർത്തിയവരാണ് നമ്മുടെ നാട്ടിലെ കടലിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. അവരാണ് ഇന്ന് ഒരു വശത്ത് നിന്നുകൊണ്ട് സമരം ചെയ്യുന്നത്. അവർക്കെതിരെയാണ് ഈ നാട്ടിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇവിടുത്തെ സർക്കാരുമൊക്കെ അതിശക്തമായ നിലപാടെടുക്കുകയും കൂടുതൽ നടപടി വേണമെന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കിക്കൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കുകയാണ് സർക്കാർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇവിടെ ജനിച്ചവരാണ്. ഈ നാട്ടിൽ തന്നെ അവർ ജനിച്ച മണ്ണിൽ തന്നെ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. എത്ര വലിയ വികസനം വന്നാലും എത്രായിരം കോടി രൂപയുടെ വരുമാനം ഉണ്ടായാലും ആ നാട്ടിലെ ജനങ്ങളെ, ആ നാട്ടിൽ നിലനിൽക്കേണ്ട മനുഷ്യരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് നേടിയാലും അതൊരിക്കലും ഒരു നേട്ടമായി നമുക്ക് കരുതാൻ കഴിയില്ല. വിഴിഞ്ഞം പദ്ധതി ലക്ഷ്യം വെച്ചുകൊണ്ടും അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി മുടക്കുന്നത് കൊണ്ട് നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെയായിട്ട് പലരും പല കോണുകളിൽ നിന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടാകാം. ഈ പദ്ധതി വിജയകരമായിട്ട് നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തെ
സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം സുരക്ഷിതമായിരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഴിഞ്ഞത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിൽ അവർക്ക് കൂടുതൽ നല്ല ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ആ ജനതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരായിരിക്കണം ഈ നാട്ടിൽ ഉണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനം നിലവിൽ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും വിഴിഞ്ഞത്തെ പ്രശ്നങ്ങളൊക്കെ ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്നും വിഴിഞ്ഞം തുറമുഖം വിജയിക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ മനുഷ്യരുടെ ജീവിതങ്ങളിലും വിജയമുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.